ഗോമതി, എത്ര നാളായി കണ്ടിട്ട്? എന്തുണ്ട് വിശേഷം? രുക്മിണി, പണ്ട് കോളേജ് കഴിഞ്ഞതിന് ശേഷം നിന്നെ കണ്ടിട്ടേ ഇല്ല. എത്ര വർഷമായി? 30 വർഷത്തിന് മുകളിലായില്ലേ? നിന്റെ അമ്മോ, വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നിനക്കും. എന്തൊക്കെയുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഐ മീൻ മക്കള്. ആ, ഒരു മോൻ ഇപ്പൊ അതിന്റെ തിരക്കാ. മോന്റെ കല്യാണം നോക്കുന്നുണ്ട്. ആഹാ, ഉം. എന്റെ മോളും വലിയ കുട്ടിയായി, ജോലിയൊക്കെ ആയി. അവൾക്കും കല്യാണം ഇപ്പൊ നോയിക്കൊണ്ടിരിക്കുക. ആലോചിക്കണോ നമുക്കിന്ന് അവരെ തന്നെ? നോക്കിയാലോ? ഉം. എത്ര വയസ്സായി നിന്റെ മോന്? മോന് ദാ ഇപ്പൊ 26 ആവും. ഓ, എന്റെ മോൾക്ക് 24 ആവുള്ളൂ. അത് ശരി. പഠിച്ചിട്ടുണ്ടോ നിന്റെ മോള്? പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ നല്ലൊരു ജോലിന്നറിയോ? അതെയോ? നല്ല സാലറിയാണ്. ആ, ഞങ്ങള് നല്ല പഠിപ്പും നല്ല ജോലിയുള്ള കുട്ടീനെയാ നോക്കുന്നത്. മോൻ എന്താ ചെയ്യണേ? മോൻ പുറത്തുനിന്ന് UK പഠിച്ചിട്ട് വന്നതാ. നല്ല ജോലിയാണ് അവനു. അപ്പൊ കൊള്ളാലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ? ആ. ആ, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഗോമതി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. എന്റെ മോളെ ഞാൻ അടുക്കളയിൽ കയറി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഏ എന്ന് പറഞ്ഞാ അവള് ജോലിക്ക് പോകുന്നുണ്ട്. അവൾക്ക് എവിടെയാ അടുക്കളയിൽ കയറി പണി ചെയ്യാനൊക്കെ നേരം? അതുകൊണ്ട് കുക്കിംഗ് ഒരു സാധനം അറിയില്ല. അത് ഇത്തിരി ബുദ്ധിമുട്ടാവുന്നാ തോന്നുന്നട്ടോ രുക്മിണി. അതെങ്ങനെ ശരിയാവും? ഇവൻ പുറത്ത്, ഞങ്ങൾക്ക് ഒറ്റ മോന്, ലാളിച്ച് വളർത്തിയ ഒരു കുട്ടി. അവന് നന്നായിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും കൊടുക്കും, കാര്യങ്ങൾ ചെയ്യും, നോക്കണ കുട്ടീനെയല്ലേ ഞങ്ങൾക്ക് വേണ്ടത്. അത് അവര് രണ്ടുപേരും കൂടെ ചെയ്യില്ലേ? പകുതി പകുതി ചെയ്യട്ടെ, രണ്ടുപേരും ജോലിക്ക് പോകുന്നവരല്ലേ. അപ്പം അടുക്കളയിലാണെങ്കിലും ഇപ്പൊ ഈ യൂട്യൂബിലും ഒക്കെ കുറെ കുക്കറി ഷോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്യണം. അത് ശരിയാവൂന്ന് അറിയില്ല. അവന് പിന്നെ കുറേ നല്ല ആലോചനകൾ, നല്ല ഭംഗിയുള്ള കുട്ടികളുടെ നല്ല കുറെ ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഉം അത് എന്റെ മോളെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നീ എന്നെ നോക്കിയിട്ട് മോൾ അങ്ങനെ ആയിരിക്കുന്നൊന്നും വിചാരിക്കണ്ട, നല്ല സുന്ദരിയാ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, മോൾക്ക് ജോലിയുള്ള കാരണം ഞങ്ങള് ഡവറി എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കില്ല. സ്വർണം ഒരു തരി പോലും കൊടുക്കില്ല. അത് എനിക്ക് മസ്റ്റാ. ഓ, ഞങ്ങൾക്ക് ഡൗറി താല്പര്യമില്ല. പറഞ്ഞ എന്താ, ഈ വരുന്ന ആലോചന വരും, നിർബന്ധിക്കുകയാണ്. ഇപ്പൊ കോടികളുടെ ഓഫർ, അതും ഇതും പറയാ. അവസാനം ഇപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ വല്ല ഫ്ലാറ്റോ കാറോ അങ്ങനെ എന്തെങ്കിലും അവരായിട്ട് നിർബന്ധിച്ച് തന്ന നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല. അല്ലാതെ ഞങ്ങൾക്ക് ഡൗറിയിൽ താല്പര്യമേ ഇല്ല. ഉം. ഇതൊക്കെ വെറുതെ പഠിത്തവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത വല്ലവരും ഒക്കെ ആയിരിക്കും ഈ തരുന്നതെന്ന് പറഞ്ഞ് തലേന്ന് എങ്ങനെയെങ്കിലും മക്കളൊക്കെ ഊരി വെക്കാൻ. പിന്നെ ഞാനൊരു കാര്യം ചിന്തിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്റെ ബുദ്ധിയിൽ വന്നൊരു കാര്യ, എന്ത് കല്യാണം, എൻഗേജ്മെന്റ് എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനോ എന്തോ എവിടെ വേണമെങ്കിലും നടത്തിക്കോട്ടെ, പക്ഷെ എല്ലാ ചെലവും 50-50 എന്ന് പറഞ്ഞാലേ ഇപ്പോഴത്തെ ചെറുക്കന്മാരുടെ അമ്മമാർക്കും ഒക്കെ ഒരു ചിന്തയുണ്ട്. ഓ, കല്യാണ ചെലവൊക്കെ പെണ്ണിന്റെ വീട്ടിലല്ലേ. അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല, പെണ്ണ് അങ്ങനെയില്ല ഇങ്ങനെയില്ല, അതുകൊണ്ട് അങ്ങ് ഡിവോഴ്സ് ചെയ്യാലോ. എന്താന്ന് പറഞ്ഞാൽ എക്സ്പെൻസിന്റെ ഭൂരിഭാഗവും പെണ്ണിന്റെ അച്ഛനും അമ്മയുടെയും തലയിലല്ലേ. അപ്പം അതിനൊരു കൊളുത്തിടാൻ വേണ്ടിയാണ് 50-50. അപ്പൊ എന്താന്ന് പറഞ്ഞാ പകുതി ശതമാനം 50% അവരാണല്ലോ ഇടുന്നേ. അപ്പൊ ആ ചെലവ് വരുമ്പം അവരൊന്ന് ആലോചിക്കും, ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് വരുന്ന ആലോചനകളെ കുറച്ചും കൂടി ഈ പൈസ ഉള്ളതും തറവാടികളും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. തറവാടികളുടെ ആയ കാരണം അവരിങ്ങോട്ട് നിർബന്ധം പെടുകയാണ്. അവരെ കുട്ടീനെ അവര് കൊടുത്ത് എല്ലാ ചെലവും അവര് നടത്തും, ഞങ്ങളോട് ഒന്നും ചെയ്യരുതെന്നാ പറയുന്നേ. ഞങ്ങളുടെ തറവാടൊക്കെ വലിയ തറവാടാ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ പോലും വരില്ല. തറവാട് മഹിമയിലൊക്കെ ഞങ്ങളുടെ തറവാട് വളരെ വലുതാണ്. അപ്പം അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട പക്ഷെ ആവശ്യമൊന്നുമില്ല. ആ വരുന്ന കുട്ടി അറിയാലോ, ഞങ്ങളുടെ വീട് ബാക്കിലില്ല, അപ്പുറത്ത് കുറെ പശു, പിന്നെ കൃഷി, ഇതിനെല്ലാം ആരാ അവകാശി? എൻ്റെ മോൻ. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന കുട്ടിക്ക് ഭാഗ്യാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുക, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക. ഞാൻ പിന്നെ ഇടയ്ക്ക് ട്രിപ്പിന് പോവും, ഫ്രണ്ട്സിന്റെ കൂടെ പോവും, എനിക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. അതെങ്ങനെയാ? ഞാനും എന്റെ ഒരേ ഒരു മോളല്ലേ. അപ്പം മോൾക്ക് കല്യാണം കഴിച്ചിട്ട് ചെറുക്കൻ ഇങ്ങോട്ട് വന്ന് താമസിക്കണം. ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവളെ വളർത്തിയതാ. അവളെ കൊണ്ട് വേറെ വല്ല വീട്ടിലും ഇട്ട് ഇതുപോലെ തല തിരിഞ്ഞ വല്ല അമ്മായിമ്മമാരും കൂടെ കിട്ടിക്കഴിഞ്ഞാ അവള് മുഴുവൻ പണിയും ചെയ്യണം. എന്നിട്ട് എന്റെ കുഞ്ഞ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ? വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരുന്ന ഒരു ചെറുക്കനെ മാത്രമേ ഞാൻ കല്യാണം കഴിപ്പിക്കുന്നുള്ളൂ. ഇത് വെച്ച് രുക്മിണീന്റെ മോക്ക് ഇപ്പൊ നല്ലൊരു ആലോചന കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഇപ്പൊ ഗോമതിയുടെ മോൻ ഇപ്പൊ കിട്ടിയത് തന്നെ.